വിധിയുടെ പടിവാതിലിൽ അചഞ്ചലനായൊരു മനുഷ്യൻ ഇതാ നമ്മെ നോക്കി നിൽക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ സാഗരഗർജനമായിരുന്ന മനുഷ്യൻ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം നെഞ്ചുപൊട്ടി പറഞ്ഞ സത്യങ്ങൾ നമ്മുടെ മുന്നിൽ പുലർന്നു കാണുമ്പോൾ അദ്ദേഹമായിരുന്നു ശരിയെന്ന് കാലം കാതിൽ മന്ത്രിക്കുന്നു. ഇന്ന് ക്ഷീണിതനാണ്. വർഷങ്ങളായുള്ള നിയമ പോരാട്ടം, ശരീരത്തെ തളർത്തിയ രോഗങ്ങൾ ഇന്നും അവസാനിക്കാതെ പിന്തുടരുകയാണ്. നിരവധി രോഗങ്ങൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള മേജർ സർജറികൾ, വേദനകൾ, മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് എല്ലാം അതിജീവിച്ചു ആ മനുഷ്യൻ. ഇന്നും നിരപരാധിത്വം തെളിയിക്കുവാനുള്ള നിയമ പോരാട്ടത്തിന്റെ പൊരിവെയിലാണ് അദ്ദേഹം. ഒപ്പം നിരവധി രോഗങ്ങളെ അതിജീവിക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലും. ഇൻഷാ അല്ലാഹ് പ്രഭാതം പുലരും. റബ്ബ് കാരുണ്യവാനാണല്ലോ. പുണ്യങ്ങൾ പൂക്കുന്ന ഈ പുണ്യമാസം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ട മാസമാണ്. മർദ്ദിതനാണ്, നീതി നിഷേധിക്കപ്പെട്ടവനാണ്, നിരപരാധിയാണ്, രോഗിയാണ്, പണ്ഡിതനാണ്. ഈ പുണ്യമാസത്തിൽ നാം ചേർത്ത് പിടിക്കാൻ ഏറ്റവും അർഹനായ പണ്ഡിതൻ. വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടത്തിനും ചികിത്സയ്ക്കും നമ്മുടെ കരുതലുണ്ടാകണം. നീതിക്കായുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് പ്രതീക്ഷയുടെ വിളക്കുകളാകാം. നാഥൻ അനുഗ്രഹിക്കട്ടെ.